അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാര്യ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? നമുക്കറിയാം, വ്യക്തികൾ മാറുന്നതനുസരിച്ചിട്ട് വ്യാഖ്യാനങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വ്യക്തികൾ മാറുമ്പോൾ വ്യാഖ്യാനങ്ങൾ മാറും. ഭാര്യ മരിക്കുന്നതായിട്ടാണ് ഒരാളങ്ങനെ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ഭാര്യ മരിക്കുക എന്ന് പറയുമ്പോൾ സ്വപ്നത്തിനാണെങ്കിലും വളരെ വിഷമമുണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലേ? ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണുന്നുണ്ടാകും. ആ സ്വപ്നങ്ങൾ ചിലപ്പോൾ ശരിക്കും നടക്കുന്നതാണെന്ന് തോന്നിപ്പോകും. ചിലപ്പോൾ സ്വപ്നത്തിൽ എഴുന്നേറ്റാലാണ് നമുക്ക് തോന്നുക, പഠിച്ചോനെ സമാധാനമായി, സ്വപ്നമായിരുന്നല്ലേ എന്നുള്ളത്. അതുവരെ നമ്മൾ റിയലായിട്ട് നടക്കുകയാണ് എന്നാണ് തോന്നുക. ചില ആൾക്കാർക്ക് ചില സ്വപ്നങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതാണ് എന്ന് മനസ്സിലാവും. ചില സ്വപ്നങ്ങൾ അങ്ങനെ മനസ്സിലാവില്ല. അങ്ങനെയുള്ള സ്വപ്നങ്ങളുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഭാര്യ മരിക്കുന്നതായാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖ് നാബിൽസി എന്നിവർ അവിടുത്തെ കിതാബിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഒരാൾ സ്വന്തം ഭാര്യ മരിച്ചതായും പിന്നെ ജീവിക്കുന്നതായും സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം, ഭാര്യ മരിക്കുന്നത് മാത്രമല്ല, ഭാര്യ മരിക്കുന്നതായും പിന്നെ ജീവിക്കുന്നതായിട്ടും സ്വപ്നം കണ്ടു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അവൻ്റെ വരുമാന മാർഗത്തിലൂടെ അവന് ഗുണമുണ്ടാകുമെന്നാണ്. ഇപ്പോൾ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ കൃഷിയിലൂടെ അവനിക്കുന്നുണ്ടാകും, സമ്പാദ്യം ഉണ്ടാകും. ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ആ ബിസിനസ്സിലൂടെ അവനിക്കുന്നുണ്ടാകും, സമ്പാദ്യം ഉണ്ടാകും. അതാണ് അവൻ്റെ വരുമാന മാർഗത്തിലൂടെ അവന് ഗുണം ഉണ്ടാകും എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഭാര്യ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, സ്വപ്നം ഒരു പ്രയാസമുള്ള സ്വപ്നമാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം നല്ലൊരു വ്യാഖ്യാനം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.